പോർട്ട് ഫോർവേഡിംഗ്. എന്താണ് പോർട്ട് ഫോർവേഡിംഗ്? നമ്മളെല്ലാവരും പോർട്ട് ഫോർവേഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഇൻ്റർനെറ്റിലൊക്കെ അതിന് ഒരുപാട് എക്സ്പ്ലനേഷൻസ് ഉണ്ട്. സോ ഒരു സിമ്പിളായിട്ടൊരു പോർട്ട് ഫോർവേഡിംഗ് എക്സ്പ്ലനേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. സോ എന്താണ് പോർട്ട് ഫോർവേഡിംഗ്? പോർട്ട് ഫോർവേഡിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സാധാരണ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മളുടെ വീട്ടിലിപ്പോൾ ഒരു കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് അല്ലെങ്കിൽ മൊബൈൽ, ഇതിൽ നിന്ന് നമ്മളൊരു ബ്രൗസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കുമ്പോൾ അല്ലെങ്കിൽ മെയിൽ അയക്കുമ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്? അതിനകത്ത് നിന്ന് നേരെ ആ ഒരു പാക്കറ്റ്സ് നമ്മുടെ ഒരു റിക്വസ്റ്റ് റൗട്ടറിലേക്ക് ചെല്ലുകയും നമ്മുടെ വീട്ടിലുള്ള റൗട്ടറിലേക്ക് ചെല്ലുകയും റൗട്ടറിൽ നിന്ന് നേരിട്ട് അടുത്തുള്ള DNS നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു DNSൽ ചെല്ലുകയും DNSൽ നിന്ന് നേരെ അതായത് സെർവറിലേക്ക് ചെല്ലുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് നമ്മൾ ചോദിച്ചതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ റിക്വസ്റ്റിൻ്റെ നമ്മൾ എന്താണോ ചോദിച്ചത് അതിൻ്റെ ആൻസർ നമുക്ക് ആ ഒരു സെർവർ വഴി തന്നെ തിരിച്ച് നമുക്ക് ഈ നമ്മുടെ റൂട്ടിലോട്ട് വരികയും റൂട്ടറിൽ നിന്ന് ഏതൊരു IP ഓരോ കമ്പ്യൂട്ടറിനും ഓരോ നമ്മുടെ ഡിവൈസിനൊക്കെ ഓരോ LAN IP ഉണ്ടാവും. IP സെക്ഷനിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ ആ ഒരു LAN IP-ലോട്ട് വരികയും നമുക്ക് അതിൻ്റെ കണക്ഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നത്. ഈ റിക്വസ്റ്റിൻ്റെ റിസൾട്ട് വരികയും നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെ പറയുമ്പോൾ എവിടെയാണ് ഈ പോർട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ റിക്വസ്റ്റ് ചെയ്യുന്നത്, അതായത് ഇപ്പോൾ ഒരു വെബ്സൈറ്റ് മാത്രമായിരിക്കില്ല നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു മെയിൽ റിക്വസ്റ്റ് കൊടുക്കാൻ നമുക്കൊരു മെയിലായിരിക്കാം ചിലപ്പോൾ നമ്മൾ നോക്കുന്നത്, അല്ലെങ്കിൽ ഒരു റിമോട്ട് ആക്സസ് ആയിരിക്കാം, അതായത് ഒരു റിമോട്ട് ഡെസ്ക്ടോപ്പ് എടുക്കാനുള്ള ഒരു ആക്സസ് ആയിരിക്കും നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ വളരെയധികം അല്ലെങ്കിൽ ഒരു ഫയൽ ട്രാൻസ്ഫർ ചെയ്യാനുള്ള റിക്വസ്റ്റ് ആയിരിക്കാം. സോ നമ്മളൊരു വെബ്സൈറ്റ് മാത്രമല്ല പല വിധത്തിലുള്ള സർവീസുകൾ നമ്മളത് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു നമ്മളെന്താണ് അതിനെല്ലാത്തിനും ഓരോ പ്രോട്ടോക്കോൾ ഉണ്ടാവും. നമ്മൾ TCP IP പ്രോട്ടോക്കോൾ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും, 4 ലെയറൊക്കെ ഉള്ളത്. സോ അതിന് തന്നെ ഓരോരോ ലെയേഴ്സ് ഉണ്ടാവും ഇതിന്, അതായത് ഓരോരോ ആപ്ലിക്കേഷൻ ലെയർ ഉണ്ടാവും. അതായത് ഈ ഒരു നമ്മൾ കേട്ടിട്ടുണ്ടാവും HTTP HTTPS എന്നൊക്കെ പറഞ്ഞിട്ട് FTP SMTP എന്നൊക്കെ പറഞ്ഞ് ഓരോരോ ലെയർ ഇതിന് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ റിക്വസ്റ്റ് ചെയ്യുന്ന ഓരോ വെബ്സൈറ്റിനും അല്ലെങ്കിൽ ഓരോ ആപ്ലിക്കേഷനും മെസ്സേജിനും അല്ലെങ്കിൽ മെയിലായാലും എല്ലാത്തിനും ആ ഒരു ഫോർമാറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ ലെയറിൽ കൂടിയാണ് ഇത് സഞ്ചരിക്കുന്നത്. സോ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മൾ ഈ സെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ റിക്വസ്റ്റ് ചെയ്യുന്ന IP-യുടെ ഒപ്പം തന്നെ നമ്മൾ ജസ്റ്റ് ഒരു IP അഡ്രസ്സ് മാത്രമല്ല സെർവറിലോട്ട് പോകുന്നത്. ഈ IP അഡ്രസ്സിൻ്റെ ഒപ്പം തന്നെ ഒരു പോർട്ട് നമ്പർ കൂടി പോകും. അതായത് ഈ നമ്മളുടെ ഒരു IP അഡ്രസ്സിൻ്റെ ഒപ്പം തന്നെ ഒരു പോർട്ട് നമ്പർ കൂടി പോകും. ഈ പോർട്ട് നമ്പർ എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ എന്താണ് എന്ന് ഈ സെർവറിന് തിരിച്ചറിയാനും അല്ലെങ്കിൽ ഈ റൂട്ടിന് തിരിച്ചറിയാനും അതായത് സെർവറിലോട്ട്, അതായത് ഇപ്പോൾ HTTP സർവേഴ്സ് അല്ലെങ്കിൽ വെബ് സർവേഴ്സ് ഉണ്ടാവും, മെയിൽ സെർവർ ഉണ്ടാവും. സോ അതായത് സെർവറിലോട്ട് പോകാനും അവിടെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് അതിൻ്റെ റിക്വസ്റ്റ് വരാനൊക്കെയാണ് ഈ പോർട്ട് നമ്പർ ഉപയോഗിക്കുന്നത്. ഈ പോർട്ട് നമ്പർ നമ്മൾക്ക് എപ്പോഴാണ് അതിൻ്റെ ഉപകാരമായി വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഫയൽ ട്രാൻസ്ഫർ നടക്കുന്ന ഒരു FTP നമ്മൾ റിക്വസ്റ്റാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പോർട്ട് നമ്പർ വരുന്നത് 20 ആണ്. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗപ്പെടുന്നത് HTTP ആണ് ഉപയോഗിക്കുന്നത്. അത് HTTP പോർട്ട് 80 ആണ്. HTTPS വരുമ്പോൾ 443 എന്ന് പറഞ്ഞ പോർട്ടാണ് വരുന്നത്. സോ ഇതാണ് കോമൺ ആയിട്ട് കാണുന്ന വേൾഡ് വൈഡ് വെബിൽ 2 പോർട്ടുകളാണ് 80 443 എന്ന് പറയുന്നത്. അതായത് HTTP HTTPS ആണ്. ഇതിലാണ് കൂടുതൽ ട്രാഫിക് നടക്കുന്നത്. സോ ഇത് കൂടാതെയും ഈ പറഞ്ഞ പോലെ നമ്മുടെ റിമോട്ട് ഡെസ്ക്ടോപ്പിന് വരുന്ന പോർട്ട് 3389 എന്ന് പറഞ്ഞ റിമോട്ട് ഡെസ്ക്ടോപ്പാണ്. അതിനും പ്രത്യേക പോർട്ടുകളുണ്ട്. അങ്ങനെ പല പോർട്ടുകൾ ഇതിന് അസൈൻ ചെയ്തിട്ടുണ്ട്. ഒരു 65,000 ചിലാനും, അതായത് 65,535 പോർട്ടുകളാണ് ടോട്ടലായിട്ടുള്ളത്. അതിലൊരു 1023 പോർട്ടുകൾ പ്രധാന സർവീസുകൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ HTTPS പോലെയുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കോമൺ ആയിട്ടുള്ളതും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓരോ കമ്പനികളുടെയൊക്കെ ആണെങ്കിൽ സർവീസുകൾ അവർ ഉപയോഗിക്കുന്ന ആ ഒരു ആപ്ലിക്കേഷൻ ലെയർ ആ ഒരു ആപ്ലിക്കേഷൻ ആ ഒരു ഫോർമാറ്റിലുള്ള ആ ഒരു സിസ്റ്റത്തിൽ വരുന്ന ആ ഒരു പ്രോസസ്സിൽ വരുന്ന ഇത്തരം ഒരുപാട് 1023ഓളം അത്തരത്തിൽ വെൽ നോൺ ആയിട്ടുള്ള പോർട്ടുകളുണ്ട്. അതായത് അവർ ഓൾറെഡി അറിയപ്പെടുന്ന പോർട്ടുകളുണ്ട്. അതിന് കൂടാതെ ഈ 1024 കഴിഞ്ഞിട്ട് 49,151 പോർട്ടുകളും നമുക്ക് ചൂസ് ചെയ്യാം. ഈ ഒരു പോർട്ടുകളൊക്കെ നമുക്ക് ഏതെങ്കിലും ഒരു സെപ്പറേറ്റ് ഒരു സെർവറുണ്ട്, ആ ഒരു സെർവറിലോട്ടുള്ള സർവീസിനൊക്കെ വേണമെങ്കിൽ നമുക്ക് ആ ഒരു പോർട്ട് സെപ്പറേറ്റ് ചൂസ് ചെയ്യാം. നമുക്ക് ആ ഒരു സെർവറിലോട്ടുള്ള റിക്വസ്റ്റൊക്കെ അയക്കുമ്പോൾ കിട്ടാനായിട്ട് ആ ഒരു പോർട്ട് ചൂസ് ചെയ്യാം. അപ്പോൾ ഈ പോർട്ട് നമുക്ക് ഇവിടെയാണ് യൂസ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഉദാഹരണം ഒരു ഗെയിമിംഗ് കളിക്കുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ നമ്മളൊരു റിമോട്ട് ഡെസ്ക്ടോപ്പിൽ ആക്സസ് ചെയ്യുന്ന ഒരാളായിരിക്കാം. ഇപ്പോൾ ഗെയിമിംഗ് കളിക്കുന്നതിന് ആ ഒരു ഗെയിം ഓൺലൈൻ ഗെയിം ആയിരിക്കും. അപ്പോൾ അതിനൊരു സെപ്പറേറ്റ് ഒരു പോർട്ട് ഉണ്ടാവും. അതായത് ഈ ഒരു കോമൺ ഒരു HTTP എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു 443 അല്ലെങ്കിൽ 80 അങ്ങനെ ആയിരിക്കില്ല അതിൻ്റെ ഒരു റിക്വസ്റ്റ് വരുന്നത്. സോ അത്തരം റിക്വസ്റ്റ് വരുന്ന ആ പോർട്ടുകൾ നമ്മൾ സെർവറിൽ പോർട്ട് ഫോർവേഡിൽ കോൺഫിഗർ ചെയ്യുകയാണ്. അതായത് ഈ ഒരു പോർട്ടിൽ നിന്നും, അതായത് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ റിമോട്ട് ഡെസ്ക്ടോപ്പ് എടുക്കുകയാണെന്ന് നോക്കിയാൽ ആ റിമോട്ട് ഡെസ്ക്ടോപ്പിൽ നിന്ന് എടുക്കുന്ന 3389 ആണ് റിമോട്ട് ഡെസ്ക്ടോപ്പിൻ്റെ പോർട്ട് നമ്പർ വരുന്നത്. സോ ആ ഒരു റിക്വസ്റ്റ് വരികയാണെങ്കിൽ ആ റിക്വസ്റ്റ് നമ്മൾ ഈ ഒരു നമ്മളുടെ ഒരു ലാപ്ടോപ്പിലോട്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോട്ട് ഇതിലോട്ട് അയക്കുക എന്ന് നമ്മൾ അതിനകത്ത് അസൈൻ ചെയ്യും. നമ്മുടെ പോർട്ട് ഫോർവേഡിങ്ങിൽ
നമ്മുടെ റൗട്ടറിൽ കൊടുക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൗട്ടറിന് മനസ്സിലാവും ഇന്ന പോർട്ടിൽ നിന്ന് ഒരു റിക്വസ്റ്റ് വരുമ്പോൾ നേരെ അത് ആ കമ്പ്യൂട്ടറിലോട്ട് പോർട്ട് ഫോർവേഡ് ചെയ്ത് കൊടുക്കും. സോ അത് നമുക്ക് ആ ഒരു ത്രൂ ഇപ്പോൾ ഗെയിം കളിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ആ ഒരു സ്പീഡപ്പ് ആവും, അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക പോർട്ടിലോട്ടുള്ള കണക്ഷൻ അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആവുകയും ചെയ്യും. സോ ഇത്തരത്തിലാണ് ആ ഒരു പോർട്ട് ഫോർവേഡിങ് വരുന്നത്. സോ ഇങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെർവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കും ഇതുപോലെ തന്നെ പോർട്ട് പർച്ചേസ് ചെയ്യാനും പോർട്ട് ചൂസ് ചെയ്യാനും ആ ഒരു പോർട്ടിലൂടെ നമുക്ക് ഈ കണക്ഷൻ എസ്റ്റാബ്ലിഷ്ഡ് ചെയ്യാനൊക്കെ സാധിക്കും. ഈ പറയുന്ന പോലെ നമുക്ക് ഒരു ആക്സസ് അതിൻ്റെ ലഭിക്കുകയൊക്കെ ചെയ്യും. സോ ഇതാണ് നോർമലി ഒരു പോർട്ട് ഫോർവേഡിംഗ് എന്ന് പറയുന്നത്. പോർട്ട് ഫോർവേഡിങ്ങിൽ ഇതിലും ഒരുപാട് കോംപ്ലിക്കേഷൻസോ ഡീറ്റെയിലോട്ടൊന്നും ഞാൻ പോയിട്ടില്ല. വളരെ ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യം മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്ത് അല്ലെങ്കിൽ കമൻറ്റായിട്ടൊക്കെ ചോദിക്കുക. എനിക്കറിയാവുന്നതെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ഒക്കെ ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു മച്ച്.